നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ഒരു 10-11 കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില അവസരങ്ങൾ നമ്മുടെ മണപ്പുറം ഗ്രൂപ്പിലേക്ക് ഏതാണ്ട് 1000-ലധികം ഡിഗ്രിക്കാരുടെ ഹയറിംഗ് നടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ സിസ്കോ ബാംഗ്ലൂരിലേക്ക് ഡിഗ്രി കഴിഞ്ഞവരെ വൻതോതിൽ ഹയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങൾ വിദേശത്ത് ഏതാണ്ട് 20 ലക്ഷത്തിലധികം ശമ്പളം ഉള്ള അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ടെക്നോ പാർക്കിലേക്കുള്ള നേരിട്ടുള്ള റിക്രൂട്ട്മെന്റുകൾ വരെ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. കൂടുതൽ തൊഴിലവസരങ്ങൾക്കായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം ഒക്കെ സന്ദർശിക്കുക. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിലവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് കേരളത്തിന് വെളിയിലൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു നല്ല അവസരം ഞാനൊന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ +2 കഴിഞ്ഞു അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിലൊക്കെ ഡിഗ്രിയും PGയും അല്ലെങ്കിൽ ഡിപ്ലോമയൊക്കെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ സപ്പോർട്ട് നൽകുന്ന ഒരു സ്ഥാപനമാണ് ഫ്യൂച്ചർ ഗ്രേഡ്സ് എന്നുള്ളത്. ഇവരിവിടെ സൂചിപ്പിക്കുന്നത് BCom, BBA മുതൽ അല്ലെ BCA, അതല്ലെങ്കിൽ നേഴ്സിംഗ്, BSc നേഴ്സിംഗ്, ജനറൽ നേഴ്സിംഗ്, BTech, ഹോട്ടൽ മാനേജ്മെന്റ്, ഇങ്ങനെ വിവിധ കോഴ്സുകൾക്ക് അഡ്മിഷൻ സപ്പോർട്ട് അതായത് മികച്ച കോളേജുകളിൽ പഠിക്കുവാനുള്ള സപ്പോർട്ട് നൽകുന്നു. അത് ഗ്യാരണ്ടീഡ് സ്കോളർഷിപ്പോടെ നൽകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, എഡ്യൂക്കേഷൻ ലോൺ നേടുന്നതിന് വേണ്ട സപ്പോർട്ട്. എന്തിനാണ് ഞങ്ങൾ ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ ചെല്ലും ആദ്യത്തെ ഒരു മാസം സൗജന്യമായിട്ട് ഫുഡും അക്കോമഡേഷനും ഒക്കെ ഇവരെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ട് തരുന്ന ഒരു സ്ഥാപനമാണ് ഈ ഫ്യൂച്ചർ ഗ്രേഡ്സ് എന്നുള്ളത്. അപ്പൊ ഇവരുടെ സപ്പോർട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ പഠനത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫ്രീ കൗൺസിലിംഗ് ഒക്കെ ലഭ്യമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഡീറ്റെയിൽസിനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ആദ്യത്തെ തൊഴിലവസരം ഒന്ന് മനസ്സിലാക്കാം. ഇത് സിസ്കോയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. സിസ്കോ നാം അറിയുന്നത് പോലെ ലോകത്തെ തന്നെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് കമ്പനിയാണ്. ഇവര് ബാംഗ്ലൂരൊക്കെ വലിയ പ്രവർത്തനങ്ങളുണ്ട്. ഇവർ ബാംഗ്ലൂരിലേക്ക് ഡിഗ്രിക്കാരെ വിവിധ തസ്തികളിൽ ഹയർ ചെയ്യുന്നുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്നത് പോലെ തന്നെ ട്രെയിനി, അപ്രന്റിസ് ഒക്കെ ആയിട്ടാണ് ആദ്യം ഹയർ ചെയ്യുന്നത്. 2025 കഴിഞ്ഞവരും 26 കഴിഞ്ഞവർക്കും ഒക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉണ്ട്, അതേപോലെ തന്നെ സൈറ്റ് റിലയബിലിറ്റി എഞ്ചിനീയർ ഉണ്ട്, ഡേറ്റ എഞ്ചിനീയർ ഉണ്ട്, ഹാർഡ്വെയർ എഞ്ചിനീയർ ഉണ്ട്, അസോസിയേറ്റ് സെയിൽസ് ഉണ്ട്, സെയിൽസ് ഓപ്പറേഷൻസ് അനലിസ്റ്റ് ഉണ്ട്, ഫിനാൻസ് അനലിസ്റ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ട്രെയിനി ഉണ്ട്, ടാലന്റ് അക്വസിഷൻ കോർഡിനേറ്റർ ഉണ്ട്, ഫെസിലിറ്റീസ് അസിസ്റ്റന്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ വിവിധ തസ്തികകളിൽ ട്രെയിനി ആയിട്ടും അല്ലെങ്കിൽ ഇന്റേണും ഒക്കെ ആയിട്ടാണ് ഹയർ ചെയ്യുന്നത്. പലതിലും, മിക്കവാറും എല്ലാത്തിലും BCA അല്ലെങ്കിൽ BCom, BBA അല്ലെ BE, BTech ഇങ്ങനെയൊക്കെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് വരിക. ഈവൻ BA-ക്കാർക്ക് വരെയുള്ള അവസരങ്ങളുണ്ട്. അവർക്ക് 2025 കഴിഞ്ഞവർ 26 ഇപ്പൊ കഴിയുന്നവർക്കൊക്കെ അവസരമാണ്. നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല, ഇനി പറയുന്ന എല്ലാ അവസരത്തിൻ്റെയും ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലുണ്ട്. അതല്ലെങ്കിൽ jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് അതാത് കമ്പനികളുടെ പേര് സെർച്ച് ചെയ്തും മനസ്സിലാക്കാവുന്നതാണ്. അവർക്ക് ഈ ഒരു അവസരത്തിന് നിങ്ങൾക്ക് സിസ്കോയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യണം. അതുകൂടാതെ നാറ്റ്സിന്റെ, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലാണ്, അവിടെയും പോയിട്ട് അപ്ലൈ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി അടുത്ത അവസരം മണപ്പുറമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളം ആസ്ഥാനമായിട്ട് ഇന്ത്യയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു NBFC ആണ് മണപ്പുറം എന്നുള്ളത്. മണപ്പുറം ഫിനാൻസിലേക്ക് ഇന്ത്യയിൽ ആകമാനം 1000-ലധികം ആളുകളെ ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. മിനിമം ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക്, അത് ഫ്രഷേഴ്സിനും ഒക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. പ്രായം 35 വയസ്സിൽ താഴെ ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് അവിടേക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അടുത്ത അവസരം കൊളാബ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയാണ്. അവര് നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ട് ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. മെയ് 23-ാം തീയതിയാണ് ഇത് നടക്കുന്നത്. കൊച്ചിയിൽ ഭാരതമാതാ കോളേജ് ഉണ്ട്, അവിടെ വെച്ചിട്ടായിരിക്കും ഈ റിക്രൂട്ട്മെന്റ്. ജൂനിയർ നോൺ വോയിസ് അനലിസ്റ്റ് എന്ന തസ്തികയിലേക്കായിരിക്കും. ജൂനിയർ അനലിസ്റ്റ് നോൺ വോയിസ്, അതായത് മെയിലിലൂടെയും ചാറ്റിലൂടെയും ഒക്കെ കസ്റ്റമേഴ്സിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്ന ജോലിയായിരിക്കും. ആദ്യം നൈറ്റ് ഷിഫ്റ്റിലും ഒക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. റൊട്ടേഷൻ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. 3.65 lakhs per annum എന്നാണ് പേ പാക്കേജ് സൂചിപ്പിക്കുന്നത്.
അപ്പം ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയോ PGയോ കഴിഞ്ഞവര്, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷിക്കാം. ബാക്ക്ലോഗ്സ് കാണല്ലേ, 2025-ലും 2026-ലും ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതൊരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്, പിന്നെ ടെക്നിക്കൽ ഇന്റർവ്യൂവിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷന്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശമ്പളം, ഏകദേശം ഒരു 30,000-ലധികം പ്രതിമാസ ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പോൾ കൊളാബ്രയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. 16-ാം തീയതി മെയ് മുമ്പായിട്ട് ഇതിന് അപ്ലൈ ചെയ്യുക. അടുത്ത അവസരം ബ്രേക്സ് ഇന്ത്യ ആണ്. ബ്രേക്സ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള, ഏതാണ്ട് 6 പതിറ്റാണ്ടായിട്ട് പ്രവർത്തിക്കുന്ന 10,000-കണക്കിന് ജോലിക്കാരുള്ള ഒരു വലിയ കമ്പനിയാണ് ബ്രേക്സ് ഇന്ത്യ എന്നുള്ളത്. ചെന്നൈയിലും ഒക്കെ വലിയ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ്. ഇവര് ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഡിപ്ലോമയിൽ തന്നെ മെക്കാനിക്കല്, ഓട്ടോമൊബൈല്, ട്രിപ്പിൾ EC, ടൂൾ ആൻഡ് ഡൈ, മെക്കട്രോണിക്സ്, മെറ്റലർജി, കെമിക്കൽ കഴിഞ്ഞവർ, അല്ലെ ITI ഏത് ട്രേഡ് കഴിഞ്ഞവരും, അല്ലെങ്കിൽ ഡിഗ്രി BSc, BA, BBA ഒക്കെ കഴിഞ്ഞവർ, അതല്ലെങ്കിൽ NDTF അല്ലെങ്കിൽ GTTI ഒക്കെ കഴിഞ്ഞവർക്ക്, മെക്കട്രോണിക്സും ടൂൾ ആൻഡ് ഡൈയിലും കഴിഞ്ഞവർക്കൊക്കെ ഇതിന് പങ്കെടുക്കാം. 2022 മുതൽ 26 വരെയുള്ള ഏത് വർഷത്തിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. റിക്രൂട്ട്മെന്റ് മെയ് 11 മുതൽ 16-ാം തീയതി വരെ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അടുത്ത അവസരം, ഇത് വിദേശത്തേക്കുള്ള ഒരു അവസരമാണ്. വിദേശത്ത് ഈസ്റ്റ് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ഉഗാണ്ട എന്ന് പറഞ്ഞാൽ. ഉഗാണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ചിരിക്കുമെന്നുണ്ടെങ്കിലും വളരെ മനോഹരമായ യൂറോപ്യൻ കൾച്ചറൊക്കെയുള്ള ഒരു കമ്പനിയാണ് ഉഗാണ്ട. അതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള കമ്പാലയിലേക്ക് ഈ വിഷ്വൽ ഇഫക്ട്സും ആനിമേഷനും മൾട്ടിമീഡിയ ഒക്കെ അറിയാവുന്നവരുടെ ഹയറിങ് നടക്കുന്നുണ്ട്. ലെക്ചേഴ്സ് ആയിട്ട്, അധ്യാപകരായിട്ട് ജോലി ചെയ്യുവാനായിട്ടാണ്. അവിടെ ഒരു പ്രമുഖമായിട്ടുള്ള ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി, മലയാളികൾ നേതൃത്വ നിരയിലുള്ള ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഈ ഹയറിങ്. പെർ മന്ത് ഏതാണ്ട് 1.8 lakh എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് 20 ലക്ഷത്തിലധികം പ്രതിവർഷ ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പോൾ ഇവരിവിടെ സൂചിപ്പിക്കുന്ന മിനിമം 3 to 5 years ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് ആനിമേഷൻ, VFX, മൾട്ടിമീഡിയ, ഗെയിം ഡിസൈനിങ് അങ്ങനത്തെയൊക്കെയുള്ള മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അവസരങ്ങൾ. ഓർക്കുക, ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ jobspreadsheet.com എന്ന സൈറ്റിൽ പോയിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി അടുത്ത അവസരം ടെക്നോ പാർക്കിലേക്കാണ്. ടെക്നോ പാർക്കിലെ കമ്പനികളല്ല, ഡയറക്റ്റ് ടെക്നോ പാർക്കാണ് ഹയർ ചെയ്യുന്നത്. ടെക്നോ പാർക്ക് ഇന്റേൺഷിപ്പ്, ഗ്രാജുവേറ്റ് അപ്രന്റീസിലേക്ക് ഹയറിങ് നടക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് ഉണ്ട്, സിവിൽ ഉണ്ട്, പർച്ചേസ് ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഈ മേഖലകളിലാണ് അവസരങ്ങളുള്ളത്. അപ്പം അതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി അടുത്ത അവസരം ക്വസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ക്വസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാഫിംഗ് കമ്പനിയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണ് ക്വസ് എന്നുള്ളത്. അപ്പോൾ ക്വസ് പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞവരുടെ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവരെ ഹയർ ചെയ്യുന്നത് ലോകത്തിലെ തന്നെ പ്രമുഖമായിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനിയിലേക്കാണ്. നിസാൻ ഉണ്ട്, ഏതർ ഉണ്ട്, ഫോക്സ്കോൺ ഉണ്ട്, വിസ്ട്രോൺ ഉണ്ട്. ഈ ഫോക്സ്കോണും വിസ്ട്രോണും ഒക്കെയാണ് ഈ ഐഫോണിന്റെ മാനുഫാക്ചറിങ് ഇന്ത്യയിൽ നടത്തുന്ന കമ്പനികൾ. MRF ഉണ്ട്, ഷിൻഡർ ഉണ്ട്, മഹീന്ദ്ര ഉണ്ട്, SF റെയിൻ ഉണ്ട്, ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്. അങ്ങനെ ഒട്ടനവധി കമ്പനികളിലേക്കാണ് ഇവര് ഈ ക്വസ് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പം ഇവരിവിടെ സൂചിപ്പിക്കുന്നത് മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. പോളിടെക്നിക് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. ഫ്രഷേഴ്സിനും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഒരു 21,500 വരെ ശമ്പളം, ESI, PF, പിന്നെ അറ്റൻഡൻസ് ബോണസ്, ഓവർ ടൈം, പിന്നെ ഫ്രീ ലോ കോസ്റ്റ് ട്രാൻസ്പോർട്ടേഷന്, ഫുഡ് ഫെസിലിറ്റി, അപ്പം അങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഡിപ്ലോമക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി CGH എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ ഹോട്ടൽ മാനേജ്മെന്റ് കമ്പനിയാണ്. CGH എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കൊച്ചിയിലും ഒക്കെ ഇവർക്ക് വലിയ പ്രവർത്തനങ്ങളുണ്ട്. വിദേശത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ഇവരുടെ ഹോട്ടലുകളുണ്ട്, പ്രീമിയം ഹോട്ടലുകളാണ്. ഇവര് ഒരു 3-4 പൊസിഷനിലേക്ക്, 3-4 ഒട്ടനവധി പൊസിഷനിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷനിലേക്ക്, അത് പല ഷെഫുമാര്, DCDP ഉണ്ട്, അല്ലെ കോമി 1 ഉണ്ട്, CDP ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ കോണ്ടിനെന്റൽ ഉണ്ട്, ചൈനീസ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ഉണ്ട്, അതേപോലെ തന്നെ തണ്ടൂര്,
സീ ഫുഡ് ഇതിലേക്കൊക്കെ ഹയറിങ് നടക്കുന്നുണ്ട്. കൊച്ചിയിലായിരിക്കും മിക്കവാറും ഇതിൻ്റെ ടെസ്റ്റൊക്കെ നടക്കുക. പിന്നെ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസിലേക്ക് ഹയറിംഗ് ഉണ്ട്. എക്സിക്യൂട്ടീവ് ഗസ്റ്റ് സർവീസ്, ബാർടെൻഡർ, GSA, ഹോസ്റ്റസ്, ഈ തസ്തികയിലൊക്കെ അവസരങ്ങളുണ്ട്. ഇനി ഒരു ഇൻഡസ്ട്രി എക്സ്പോഷർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം 3 to 6 months ഇവിടെ ലഭ്യമാവും. അത് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യും. കൊച്ചിയിലായിരിക്കും. അത് ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ഹൗസ് കീപ്പിംഗ്, ഫ്രണ്ട് ഓഫീസ്, ഈ മേഖലകളിലായിരിക്കും. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തേണ്ടവരും വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് പരിശോധിക്കുക. ഇനി ഐബെൽ നമുക്കൊക്കെ അറിയാം, പല ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റുകളും മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു ബ്രാൻഡ്. അപ്പോൾ ഇവര് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 3 തസ്തികയിലാണ് ഹയറിംഗ് നടക്കുന്നത്. പ്രൊഡക്ഷൻ സൂപ്പർവൈസർ എന്ന തസ്തികയിലേക്ക് BTech അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ ഡിഗ്രി ഉള്ളവർ, BSc ഇലക്ട്രോണിക്സുകാർ, അല്ലെ ITI ഡിപ്ലോമ ഇലക്ട്രോണിക്സിൽ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. സ്റ്റോർ കീപ്പറായിട്ട് 10-15 പേരെയാണ് മാനേജ് ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് പറ്റണം. സ്റ്റോർ കീപ്പറായിട്ട് ഹയർ ചെയ്യുന്നത് മിനിമം 1 year എക്സ്പീരിയൻസ് എങ്കിലും സ്റ്റോർ മാനേജ്മെന്റ് അല്ലെ സ്റ്റോർ കീപ്പിംഗിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ടെക്നീഷ്യനായിട്ട് വെയർ ഹൗസിലേക്ക് ഫീമെയിൽസിനെ ഹയർ ചെയ്യുന്നുണ്ട്. ടെക്നിക്കൽ നോളജ് വേണം, ഇലക്ട്രോണിക്സിന്റെ ഒരു അറിവ് ഉണ്ടായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നു, അല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വേണം. അങ്ങനെ 3 തസ്തികയിലാണ് ഐബെല്ലിൽ അവസരങ്ങളുള്ളത്. അട്രാക്റ്റീവ് സാലറി ഉണ്ടാകും, അതേപോലെ PF, ESI മറ്റ് ബെനിഫിറ്റ്സും ഉണ്ടാകും. കരിയർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സേഫ് ആൻഡ് ഫ്രണ്ട്ലി വർക്ക് എൻവയോൺമെന്റ് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് പരിശോധിക്കുക. ഇനി ഞാൻ എയർ ടിക്കറ്റ് എന്ന് പറഞ്ഞ കമ്പനിയിലെ ഇന്റേൺസിന്റെ ഹയറിങ് വിവിധ മേഖലകളിൽ നടക്കുന്നുണ്ട്, അതൊന്ന് സൂചിപ്പിക്കാം. അക്കൗണ്ട്സ് ഫിനാൻസിൽ 5 പേരെയുണ്ട്, ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് 2 പേരെയുണ്ട്, ഫ്ലൈറ്റ് ഫെയർ അനലിസ്റ്റ് ആയിട്ട് 2 പേര്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് 2, പ്രോഡക്റ്റ് സപ്പോർട്ട് 2, എയർലൈൻ ടിക്കറ്റിംഗിലേക്ക് 5 പേരെയും ഇവര് കൊച്ചി കാക്കനാട്ടിലേക്ക് ഒരു ഹയർ ചെയ്യുന്നുണ്ട്. ഓർക്കുക, ഇത് ട്രെയിനി ആയിട്ടുള്ള അവസരങ്ങളാണ്. 2 മാസത്തേനായിരിക്കും. ആ സമയത്ത് സ്റ്റൈഫൻഡ് ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഫുൾ ടൈം ജോലിയിലേക്കും ഇവിടെ എത്താൻ കഴിയും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇനിയും ക്വാഡ്കോർ എന്ന് പറഞ്ഞ കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന അവസരമുണ്ട്. ഒരു സെയിൽസ് മാനേജർ ഉണ്ട്, മാർക്കറ്റിംഗ് മാനേജർ ഉണ്ട്, ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്, റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ഉണ്ട്, റിട്ടൻഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്, കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ഉണ്ട്, PHP ഡെവലപ്പർ ഉണ്ട്, SEO അനലിസ്റ്റ് ഉണ്ട്, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള വിവിധ തസ്തികകളിൽ മിനിമം 1 year എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. കുറേ ലൊക്കേഷനുകളിൽ തിരുവനന്തപുരം, ആലപ്പുഴ, ചങ്ങനാശ്ശേരി, കൊച്ചി, ചാവക്കാട്, പിന്നെ പെരിന്തൽമണ്ണ, തിരൂര്, മഞ്ചേരി, കോഴിക്കോട്, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വിവിധ ലൊക്കേഷനുകളിലേക്കാണ് ക്വാഡ്കോർ ഹയർ ചെയ്യുന്നത്. ഇനിയും അപ്പോൾ ഇത്രയുള്ള ഒരു 10-11 അവസരങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങൾക്ക് ഇതിലെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട്, അത് പോയിട്ട് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഈ റിക്രൂട്ട്മെന്റിലൊക്കെ സൗജന്യമാണ്, ഇതിനാർക്കും പണമൊന്നും നൽകേണ്ടതില്ല. ആരെങ്കിലും അതിനെ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാൻ. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഒന്ന് അടിക്കുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പ്രത്യേകിച്ച് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈസ്റ്റ് ആഫ്രിക്കയിലൊക്കെ 20 ലക്ഷം രൂപ ശമ്പളമുള്ള അവസരങ്ങൾ, നിങ്ങൾക്ക് ഈ ആനിമേഷനും ഒക്കെ പരിചയമൊക്കെ ഉള്ളവരുണ്ട്, അവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല ഒരു ഭാവി ഞങ്ങൾക്ക് നേർന്നുകൊണ്ട് ജോലി ആഗ്രഹിക്കുന്നവരാണ് എത്രയും പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് എത്താൻ കഴിയട്ടെ. കൂടുതൽ അവസരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലുണ്ട്. അപ്പം ഏറ്റവും ശുഭകരമായ ഒരു ഭാവി നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.